നമുക്കൊക്കെ റാപ്പർ വേടനെ ഓർമ്മയുണ്ടാകും. പല കേസുകളിൽ അദ്ദേഹം പെട്ടിരുന്നു. ഇപ്പോൾ പുലിപ്പല്ല് കേസ്, ആ പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടനെ തിരിച്ചടി, പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ലാണ് എന്ന് സ്ഥിരീകരിക്കുന്നു. കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. കേസിൽ വനം വകുപ്പ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. അതായത് പുലിപ്പല്ല് കേസിൽ അദ്ദേഹത്തിന്റെ കഴുത്തിലാണ് ഒരു പുലിപ്പല്ലിന്റെ ഒരു മാല ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പരിശോധന നടന്ന് അതിന്റെ ഫലം വരുമ്പോൾ അത് പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ല് തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണം വരികയാണ്. റാപ്പർ വേടനെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടിയാണ്. കേസിൽ എന്തായാലും വനം വകുപ്പ് ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലൊക്കെ വലിയ രീതിയിൽ മുന്നിൽ നിന്ന് LDF വേണ്ടി മുന്നിൽ നിന്നിരുന്നു റാപ്പർ വേടൻ. എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞു. അടുത്ത സർക്കാർ വരുമ്പോൾ കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കാൻ പോവുകയാണ്. പുലിപ്പല്ല് അത് ഒറിജിനൽ പുലിപ്പല്ലാണ് എന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ വരുന്നത്. റാപ്പർ വേടനെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടിയാണ്. ശ്രീലങ്കൻ വംശജനാണ് പുലിപ്പല്ല് നൽകിയത് എന്നുള്ളതായിരുന്നു വേടൻ നൽകിയൊരു വിശദീകരണം. പക്ഷെ എന്തായാലും ഇപ്പോൾ പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ലാണ് എന്നുള്ള വിവരമാണ് വരുന്നത്. ശ്രീലങ്കൻ വംശജനായ രഞ്ജിത്ത് കുമ്പിടി എന്ന ആളാണ് ഈ പുലിപ്പല്ല് നൽകിയത്. അത് യഥാർത്ഥ പല്ലാണോ അതോ ആർട്ടിഫിഷ്യൽ ആണോ എന്നുള്ള കാര്യം തനിക്കറിയില്ല എന്നുള്ളതായിരുന്നു വേടൻ വനം വകുപ്പ് മൊഴിയെടുത്ത സമയത്ത് വനം വകുപ്പിന് നൽകിയിരുന്ന മൊഴി. പക്ഷേ ഇതിപ്പോൾ പരിശോധനയൊക്കെ നടത്തി കണ്ടെത്തിയിരിക്കുകയാണ് ഇത് യഥാർത്ഥ പുലിപ്പല്ല് തന്നെയാണ് എന്നുള്ള കാര്യം. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും തുടർ നടപടി എന്നുള്ളതാണ് അറിയേണ്ടത്. രാഗിൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഗിൻ, തനിക്കറിയില്ല, കാരണം തനിക്കൊരു ശ്രീലങ്കൻ വംശജൻ നൽകിയതാണ്. ഇത് യഥാർത്ഥമാണോ അല്ലേ എന്നുള്ളത് തനിക്കറിയില്ല എന്നുള്ളതായിരുന്നു വേടൻ അന്ന് നൽകിയ മൊഴി. ഇനി അതുകൊണ്ട് മാത്രം പ്രതിരോധിക്കാൻ കഴിയുമോ? ഇനി വനംവകുപ്പിന്റെ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും രാഗിൻ? കഴിഞ്ഞ ഏപ്രിലാണ് വേടന്റെ പക്കൽ നിന്ന് ഈ മാലയിൽ കുരുത്ത നിലയിലുള്ള പുലിപ്പല്ല് കണ്ടെത്തിയത്. പ്രാഥമിക പരിശോധനയിൽ വനം വകുപ്പിന് അത് പുലിപ്പല്ലാണെന്ന് ബോധ്യമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അനധികൃതമായി ഇത് കൈവശം വെച്ചതിന് കേസെടുത്ത് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി. തുടർന്ന് ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് ജാമ്യത്തിൽ വിടുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ചാർജ് ഷീറ്റ് അടക്കം കൊടുക്കുന്നതിന് മുൻപായി വിശദമായിട്ടുള്ള പരിശോധന ആവശ്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കൊൽക്കത്തയിലെ സുവോളജിക്കൽ ലാബിൽ കോടതി വഴി പരിശോധനയ്ക്ക് അയച്ചത്. അതിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് ആനിമൽ പാർട്ടിക്കിൾ ആണ് എന്നതാണ് ആ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. അതായത് പുലിപ്പല്ലാണെന്നത് സ്ഥിരീകരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പിന് തുടർ നടപടികൾ സ്വീകരിക്കും. ചാർജ് ഷീറ്റ് നൽകുന്നതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട നടപടി. അതിന്റെ കാര്യങ്ങളുമായി ഇപ്പോൾ വനംവകുപ്പ് മുന്നോട്ട് നീങ്ങുകയാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു ശ്രീലങ്കൻ വംശജൻ തന്നതാണ്, ആരാധകൻ തന്നതാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ റാപ്പർ വേടൻ പറഞ്ഞിരുന്നത്. അത് സംബന്ധിച്ചുള്ള അന്വേഷണവും വനംവകുപ്പ് നടത്തിയിരുന്നു. പക്ഷെ അത് കാര്യമായി മുന്നോട്ട് പോയിരുന്നില്ല. എന്തായാലും വേടനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ്. ഇതിൽ തുടർ നടപടികൾ, അതായത് അന്തിമ റിപ്പോർട്ട് നൽകുന്ന അടക്കമുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് ഉടൻ കടക്കും. ആദ്യഘട്ടത്തിൽ ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയും പിന്നീട് ആണ് ഇതിൽ ഈ പുലിപ്പല്ല് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായത്. തുടർന്നാണ് വനംവകുപ്പ് കേസെടുത്ത് നടപടികൾ സ്വീകരിച്ചിരുന്നത്. ശരി, അപ്പൊ എന്തായാലും കേസിലുടൻ കുറ്റപത്രം നൽകാൻ ഒരുങ്ങുകയാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക പരിശോധനയിൽ തന്നെ ഇത് ഇന്ത്യൻ പുലിയുടെ പല്ലാണ്, 5 വർഷം പ്രായമുള്ള പുലിയുടെ പല്ലാണ്, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷെ എന്തായാലും ഇപ്പോൾ കൃത്യമായ പരിശോധന നടത്തി ഇത് ഒറിജിനൽ പുലിപ്പല്ലാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. വനംവകുപ്പ് അടുത്ത നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കും.